ഹലോ നമസ്കാരം, താരാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റും. അവർ ജോലി കഴിഞ്ഞ് പഠിക്കാനൊക്കെ പോയി ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ രാത്രി വന്നിട്ട് അവർക്ക് സമയമൊന്നും ഇല്ലെങ്കിൽ ഒരു സവാളയും തക്കാളിയും 2 പച്ചമുളകും നമുക്ക് പാനിലൊക്കെ തന്നെ അരിഞ്ഞിട്ട് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്തിട്ട് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസിലെ സവാള, ഒരു തക്കാളി, 2-3 പച്ചമുളക്, പിന്നെ കറിവേപ്പിലയും കൂടിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ബട്ടർ ഇട്ടിട്ട് പാനിൽ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ എല്ലാം കൂടിയും ഒന്നിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമുക്ക് ബാച്ചിലേഴ്സിനൊക്കെ ആയാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി വരെ അല്ലെങ്കിൽ ഉച്ചക്ക് ചാറ് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങാനൊന്നും സമയമില്ല. പിന്നെ മുട്ട പൊരിച്ചാൽ നമുക്ക് ചാറായിട്ട് കൂട്ടാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനത്തെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ചാറ് കറിയും ആകും, മുട്ടക്കറിയും ആകും. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ രാവിലെ പിള്ളേർ ക്ലാസ്സിൽ പോകുമ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ അപ്പോഴായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികളായിട്ടൊരു 1/2 ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും 1/2 ടീസ്പൂൺ വീതമാണ് എടുത്തേക്കുന്നത്. കൂടുതൽ പൊടികളുടെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഈ സവാളയുടെ കൂട്ടിലേക്ക് പൊടികൾ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പില്ലെങ്കിൽ ഉപ്പ് പാകത്തിനൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ വെജിറ്റബിൾസ്, വേറെ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ക്യാരറ്റ്, കോളിഫ്ലവറൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ വെജിറ്റബിളൊക്കെ കഴിക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടക്കറിയുടെ ഒപ്പം തന്നെ ക്യാരറ്റ് അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ അങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേവിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതലിടരുത്, ഒരു പാകത്തിന് കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഇടാൻ പാടുള്ളൂ. ബീൻസ്, കോളിഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മുട്ട കൊത്തി ഒഴിക്കുകയാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ മുട്ട പുഴുങ്ങാനൊന്നും സമയമില്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. മുട്ട കൊത്തി 3 എണ്ണം ഒഴിച്ചതിന് ശേഷം ചെറുതീയിൽ ഇട്ടിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഈ മുട്ട ഇടുന്നത് വേറെ ഏതെങ്കിലും അടിയിലിങ്ങനെ പിടിക്കണ പാനാണെങ്കിൽ പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനോ അങ്ങനെ അടി പിടിക്കാത്ത വേറെ ഏതെങ്കിലും ചട്ടിയോ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാവുമ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഇങ്ങനെ അടി പിടിക്കാതെ നന്നായിട്ട് കിട്ടും. നമുക്കിതൊന്ന് മറിച്ചിടണം. സൂക്ഷിച്ച് വേണം മറിച്ചിടാൻ. പൊട്ടിപ്പോകാതെ ഒന്നും മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറിൻ്റെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴാണ് ചെറിയ ഗ്രേവി ആയിട്ട് കിട്ടണത്. ഇത് അപ്പോൾ അധികം എരിവൊന്നുമില്ലാതെ നല്ല കുട്ടികൾക്കും പ്രായമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ചെറിയ ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് വെള്ളയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നമ്മൾ സ്ഥിരം മുട്ട പുഴുങ്ങി മുട്ട പൊരിച്ചൊക്കെയുള്ള കഴിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ചിന് മുട്ടക്കറിയും വെണ്ടയ്ക്കാത്തോരനൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി.